അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടെ എത്തിച്ചതിന് മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ 17-നാണ്. ആദ്യം എൻ്റെ പേര് രാഗി എന്നാണ്. ഇതെൻ്റെ ഭർത്താവ് സുനിൽ, മകൾ വൈഷ്ണവി. ഞങ്ങൾ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിൽ നിന്നാണ് വരുന്നത്. ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ 17-നാണ്. അപ്പോൾ അമ്മ മാതാവിനെ കുറിച്ച് അറിയാനുണ്ടായ ഒരു ഇതെന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയാണ് നമ്മളോട് മാതാവിനെക്കുറിച്ച് പറയുന്നത്. പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ജോലി സംബന്ധമായ ചില ഓഫീസിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് മാനസികമായി ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങി ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, തെറ്റ് ചെയ്യാതെ ചില തെറ്റുകൾ എൻ്റെ മേൽ ആരോപിക്കപ്പെട്ടപ്പോൾ ജോലി ചെയ്യാൻ എനിക്കിനി കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുകയും, ഞാൻ ജോലി രാജിക്കത്ത് വരെ എഴുതി ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എനിക്ക് പോകാൻ കഴിയില്ല, എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. മാനസികമായി ചെയ്യാതെ തെറ്റ് ആരോപിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം, ഉറങ്ങാൻ കഴിയുന്നില്ല, ഭക്ഷണമില്ല, ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ ഇദ്ദേഹവും വളരെയധികം വിഷമിച്ചു. അപ്പോൾ മക്കളും ഹസ്ബൻഡും ഒക്കെ ആ ഒരു വിഷമത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട്, എങ്ങനെയെങ്കിലും അങ്ങ് ചത്താൽ മതി, മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല, ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് പ്രശ്നത്തെയും നേരിടാൻ അത്യാവശ്യം എനിക്ക് കഴിവുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരാളെ കാണുമ്പോഴത്തേക്കും അവരെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും സങ്കടം വരിക, അവരോട് സംസാരിക്കാൻ കഴിയുന്നില്ല, കണ്ണ് നിറഞ്ഞൊഴുകുക. അപ്പോൾ അതൊരു എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. ആ ഒരു അവസ്ഥയിലാണ് ചേച്ചി പറയുന്നത്, ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇയാളൊന്ന് അവിടെ പോയിക്കോ, ഇവിടെ നിന്ന് വന്നോ എന്ന് പറയുക. അപ്പോൾ ഞാനിവിടെ എന്താണ് ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വരാൻ വേണ്ടി റെഡി ആകുമ്പോൾ മോള് പറഞ്ഞു, അമ്മേ ഞാനും വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും കൂടിയാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിൽ, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇവിടെ വന്നിട്ട് ചേച്ചിയെ വിളിക്കുന്ന സമയത്ത് ചേച്ചിയാണ് എന്നോട് പറയുന്നത്, രാഗിക്കൊരു പ്രൊട്ടക്ഷനായിരിക്കും അവിടെ നിന്ന് കിട്ടാൻ പോണത്, ഒന്നുമില്ല, അവിടെ പോയി ടോക്കൺ എടുത്തോ, ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തോ, ഒന്നും ആ ക്ലാസ്സിലിരിക്കുമ്പോൾ എല്ലാം മനസ്സിലാവുമെന്ന് പറഞ്ഞു തന്നു. ക്ലാസ്സിൽ വന്നിരുന്നു. അച്ഛൻ്റെ ക്ലാസ് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നിയോഗങ്ങൾ എഴുതാനുള്ള ഇത് വന്നു. അപ്പോൾ ഞാൻ അതിൽ ആദ്യം നിയോഗമായിട്ട് എഴുതിയത്, ഒന്നാമതായിട്ട് എഴുതിയത് ഹസ്ബൻഡിൻ്റെ കാര്യം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഒരു പുറത്തൊരു വേദന വരുമായിരുന്നു. ഏകദേശം ഒരു 8-9 വർഷമായിട്ട് ആ പെയിൻ വരും. അപ്പോൾ നമ്മൾ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു നോക്കി, മംഗലാപുരം പോയി, എവിടെ എല്ലാ ടെസ്റ്റുകളും നടത്തും, ഒരു കുഴപ്പമില്ല. പക്ഷേ വേദന വരുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല, നെഞ്ചിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അദ്ദേഹം മാനസികമായിട്ട് ആകെ വിഷമവും, ഒന്നിലും ഇൻവോൾവ് ആവാതെ ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്കത് ഒരു മാനസിക പ്രയാസമുണ്ട്. ആദ്യം അതാണ് എനിക്ക് എഴുതാനായിട്ട് വന്നത്. അപ്പം ഞാൻ നിയോഗത്തിൽ ഒന്നാമതായിട്ട് അതാണ് എഴുതിയത്. അതിനുശേഷം രണ്ടാമത് എഴുതിയത്, അമ്മേ ഞാൻ എന്തായിരുന്നു, എന്നെ അതുപോലൊന്നും ആക്കി തരാവോ, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഞാൻ അത്യാവശ്യം പഴയ പോലെ എന്നിലേക്ക് എന്നെ ഒന്ന് കൊണ്ടു തരുമോ എന്നായിരുന്നു രണ്ടാമത് ഞാൻ നിയോഗത്തിൽ വെച്ചത്. അങ്ങനെ ഇവിടുന്ന് നിയോഗങ്ങളൊക്കെ എഴുതി പ്രാർത്ഥിച്ച് ഞാനും മകളും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞ പ്രകാരമൊക്കെ പ്രാർത്ഥിച്ച് ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി തുടങ്ങി. ഡേ ടു ഡേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസമൊന്നും എടുത്തില്ല. അതിന് മുന്നേക്ക് തന്നെ എനിക്ക് നല്ല മാറ്റങ്ങളുണ്ടായി. എല്ലാം എൻ്റെ വിഷമങ്ങളൊക്കെ മാറി, എനിക്ക് വിഷമിക്കാൻ സമയമില്ലാണ്ടായി. കാരണം ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാൻ വയ്യാതെ ചെയ്യുന്നതല്ലേ, പ്രാർത്ഥനകളൊന്നും കൃത്യമായിട്ട് അറിയില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതിൻ്റെ രീതികൾ അറിയില്ല. എന്നാൽ ആവും വിധമൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ സംശയങ്ങൾ ചേച്ചിമാരോട് ചോദിച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ധ്യാനത്തിൽ കണ്ട് ആ വേദനയുള്ള ഭാഗത്ത് ഇത് തടവി പ്രാർത്ഥിക്കുക. അത് കണ്ടുകൊണ്ട് തന്നെ ഞാനത് അതുപോലെ ഇദ്ദേഹത്തിന് തൈലം തടവി പ്രാർത്ഥിച്ച് നെഞ്ചുരുകി പറഞ്ഞു, ഇനി ഈ വേദന വരുത്തല്ലേ, ഇത് സഹിക്കാൻ പറ്റുന്ന വേദനയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അതുകൊണ്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കാണുമ്പോൾ വല്ലാത്ത വിഷമം വരുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ ഇന്ന് വരെ ഞാനത് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിന് ആ ഒരു ബാക്ക് പെയിൻ്റെ പ്രശ്നം, മുതുകിനുള്ള ആ വേദന പിന്നെ ഒരു പ്രാവശ്യം പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമായിരുന്നു, പിന്നെ എനിക്ക് ഒരുപാട് വർഷം മുമ്പേ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വണ്ടി ഓടിക്കത്തില്ലായിരുന്നു, എനിക്ക് ഭയമായിരുന്നു. അപ്പോൾ 2 വീലർ എടുക്കുമെങ്കിലും കാർ ഓടിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അതും ഞാൻ അമ്മയോട്, എൻ്റെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഞാൻ ജോലിക്ക് പോയി തുടങ്ങി, എനിക്ക് മനപ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ കുറഞ്ഞു വന്നു. അപ്പം എനിക്ക് വണ്ടി ഓടിക്കണം, കാർ ഓടിച്ച് പോകണം എന്നുള്ളൊരാഗ്രഹത്തോടെ അപ്പോൾ ഇവരോട് പറയുമ്പോൾ ഇവരും അത്ര ധൈര്യം എനിക്ക് തന്നിരുന്നില്ല. പക്ഷേ ഒരു ദിവസം
ഞാൻ വണ്ടിയെടുത്ത് തനിയെ ഇറക്കി ഓഫീസിൽ കൊണ്ട് തിരിച്ചിട്ടിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു, ഇതെങ്ങനെ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറക്കിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയെ മുറുകെ പിടിച്ചിട്ട് ഞാൻ അന്ന് മുതൽ എനിക്ക് ധൈര്യത്തോടെ അത് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റി. പിന്നെ എൻ്റെ മറ്റൊരു ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന ഒരു ഇതായിരുന്നു, നമുക്കൊരു 10-15 വർഷമായിട്ട് ഒരു വീടും വസ്തുവും വിൽക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തോ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഈ ഉടമ്പടി ഉപ്പ് അവിടെ വീട്ടിലിട്ട് അവിടെ കിണറ്റിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് വളരെ പെട്ടെന്ന് തന്നെ അത് കച്ചവടം ആയി. അത് എനിക്ക് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ കൂടാതെ എൻ്റെ മകൾക്ക് പിന്നെ ഒരു ഈ SSLC ബോർഡ് എക്സാം ടൈമിൽ അവൾക്കൊരു ബാക്ക് പെയിൻ വന്നു. നോക്കി ഇരിക്കാൻ പറ്റുന്നില്ല. അധിക സമയം ഇരിക്കുമ്പോഴത്തേക്ക് നടുവേദന എടുത്തിട്ട് പ്രശ്നമായി. ട്യൂഷൻ ക്ലാസ്സിൽ സ്കൂളിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. എക്സാം അടുത്ത് വരികയാണ്. അപ്പം നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവർ ഇതെല്ലാം എടുത്തു, ടെസ്റ്റുകളെല്ലാം നടത്തി. അവർ കാരണം എന്താണെന്നതും അവർ പറയുന്നില്ല. എന്ത് കാരണം കൊണ്ടാണ് ഈ പെയിൻ വരുന്നതെന്ന് അവർ പറയുന്നില്ല. കുഞ്ഞിനിരുന്ന് വായിക്കാനോ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ എന്തിനാ ഇത് എൻ്റെ കയ്യിലുള്ള വെച്ചിട്ട് ഞാൻ അവർ പറഞ്ഞു, പലരും പറഞ്ഞു മംഗലാപുരത്തേക്ക് റെഫർ ചെയ്തു, കൊണ്ടുപോകണം, അങ്ങനെ പറഞ്ഞു. ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ച് എന്നും അവൾക്ക് ആത്മവിശ്വാസം കൊടുത്ത് അവളെ മാക്സിമം നമ്മൾ ഇത് എല്ലാം ഉടമ്പടി വസ്തുക്കളും അവൾ ഉപയോഗിച്ച് അവൾ സുഖപ്പെട്ടു എന്ന് മാത്രമല്ല, ഇവിടെ ആ വയ്യാതിരുന്ന സമയത്ത് ഞാനിവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അവൾ പരീക്ഷ എഴുതുമ്പോൾ അത് ഭയങ്കര മിടുക്കിയായൊരു അല്ല അവൾ, എന്നാലും അവൾ നന്നായി പഠിക്കുമായിരുന്നു. അപ്പോൾ പരീക്ഷ സമയത്ത് ഒന്നും വായിക്കാനോ റെഫർ ചെയ്യാനോ പറ്റാതെ വിചാരിച്ച പോലെ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ അവൾ പരീക്ഷ എഴുതുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിൽ 90 എന്നൊരു നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവളോട് പറയുകയും ചെയ്യും, മോനെ നിനക്ക് 90% മാർക്ക് കിട്ടും, അമ്മ അത് തരും എന്ന്. എന്നിട്ട് ഇവൾ എക്സാമിന് പോകുമ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ച് അവൾക്ക് ഇതെല്ലാം തടവി ഇതെല്ലാം ഉപയോഗിച്ച ശേഷമാണ് എക്സാമിന് വിടാറുള്ളൂ. അവൾക്ക് റിസൾട്ട് അറിഞ്ഞപ്പോൾ 90% മാർക്ക് തന്നെ അവൾക്ക് കിട്ടുകയുണ്ടായി. അത് എനിക്ക് അവൾ തന്നെ പറയും, അത് എന്താ പറയുക, അവളുടെ ഒരു കഴിവ് കൊണ്ടല്ല, അമ്മ തന്ന ബ്ലെസ്സിങ് തന്നെയാണ്. അത് വയ്യാഴികയിലും അവൾ ആഗ്രഹിച്ച പോലെ തന്നെ അവൾക്ക് നല്ലൊരു വിജയം കിട്ടി. പിന്നെ എന്ന് പറയുന്നത് ഇതായിട്ട് ഞാൻ ചെയ്യുന്നത്, പിന്നെ ഹസ്ബൻഡിൻ്റെ പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഓട്ടം ആർമിയിലുണ്ടായ സമയത്തും ക്രോസ് കൺട്രി മാരത്തോണൊക്കെ ഓടുന്ന ഒരാളാണ്. പക്ഷേ സമ്മാനങ്ങളും കിട്ടാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഏജ് ആയിട്ടുള്ള ഇതിലാണ് ചേരേണ്ടത്. ഇദ്ദേഹത്തിന് 56 വയസ്സുണ്ട്. 30 വയസ്സ് മുതലുള്ള ആൾക്കാർക്കൊപ്പം കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് സമ്മാനം വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. കാരണം വേണ്ട, ഇത്രയൊക്കെ ഏജ് ആയില്ല ഇനി അങ്ങനെ. പക്ഷേ ഇദ്ദേഹം അത് പോവുകയും പങ്കെടുത്ത് 1ാം സ്ഥാനം ആദ്യമായിട്ടാണ് ഈ ഫസ്റ്റ് പ്രൈസ് കൊച്ചിൻ നേവൽ ബേസിലെ ഇതിൽ ഓട്ടത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ് അവിടുന്ന് വിളിച്ച ഉടനെ പറയുന്നതാണ്, ഇത് എൻ്റെ കഴിവല്ല, ഇത് അമ്മയുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. ഞാൻ 12 കിലോമീറ്റർ അപ്പോൾ 1ാമത് എത്തിയിട്ട് വിളിച്ച് പറയുന്നത്, ഇത് എൻ്റെ ഒരു കഴിവല്ല രാഗി, ഞാൻ ഓടുമ്പോഴത്തേക്കും ഞാൻ മുറുക്കെ പിടിച്ച് അമ്മയെ വിളിച്ച് ഓടി നേടി ജയിച്ചെടുത്തതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനേകം ഇത് എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇനി ജീവിക്കണ്ട, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ആരെയും ഫേസ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരിയല്ലെന്ന് പ്രൂവ് ചെയ്യാതെ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിൽ ഇനി അങ്ങ് പോയാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഞാൻ തിരിച്ച ജീവിതത്തിലേക്ക്, എൻ്റെ മക്കളുടെയും എൻ്റെ കടമകളിലേക്കൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഈ അമ്മ തന്നൊരു അനുഗ്രഹമല്ലേ. അപ്പോൾ ഞാനൊരു ഹിന്ദുമത വിശ്വാസങ്ങൾ വളർന്നു വന്ന ഒരാളാണ്. പക്ഷേ അപ്പോൾ എനിക്ക് പലപ്പോഴും സംശയമായിരുന്നു, ഞാൻ ഈ ചൊല്ലുന്നത് ഈ പ്രാർത്ഥനകളൊക്കെ കൃത്യമായിരിക്കുമോ, ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇതൊക്കെ ശരിയാണെങ്കിലേ ഞാൻ ചെയ്യണതിനകത്തൊന്നും മിസ്റ്റേക്കുകളൊന്നും ഇല്ലെങ്കിൽ എനിക്കൊരു അടയാളം തരുമോ, സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ടല്ലോ സുഗന്ധാഭിഷേകം കിട്ടി, അങ്ങനെ ഉണ്ട്, ഞങ്ങളും കൂടി ഒന്നത് അറിയിക്കുമോ, ഞങ്ങൾ ശരിയായ വഴിയിലാണെന്നൊന്ന് വിശ്വസിച്ചോട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ച് 2 ദിവസം ആയിട്ടില്ല തോന്നുന്നു. അപ്പോഴേക്കും എനിക്ക് അമ്മയുടെ സുഗന്ധാഭിഷേകം നമുക്ക് 2 പേർക്കും അത് കിട്ടി. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ജപമാല റാലി, അമ്മയുടെ ജപമാല റാലിക്ക് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് റിസർവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വരുന്നുള്ള ഒരു ലേഡിയുടെ ഒരു സീന പറഞ്ഞിട്ട് അവരുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെയും കൂടി കൂട്ടുമോ, എനിക്കും അതിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, കൂടെ വരാനൊന്നും ആരും ഇല്ല എന്ന് പറഞ്ഞു. അതിനെന്താ ചേച്ചി കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞു. അവർക്കൊപ്പം വന്ന് ഞാൻ
പങ്കെടുക്കാൻ വരുമ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാണ്, അമ്മേ അടുത്ത ജപമാല റാലിക്ക് മുമ്പ് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ തരുമെന്ന്, എനിക്ക് ആ വീടും വസ്തു ഒന്ന് ഇതാക്കി തരണേ, അത് ഇല്ലെങ്കിൽ ആർക്കും ഇല്ലാണ്ടേ പോകും, അത് നശിച്ചു പോകുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിച്ച് 2 മാസത്തിനകം തന്നെയാണ് എനിക്ക് അത് മാതാവ് ഇടപെട്ട് അത് നേടിത്തന്നത്, അത് നടപ്പിലാക്കി തന്നത്. അതുപോലെ എനിക്ക് ഇങ്ങനെ മാറാനും എൻ്റെ കുടുംബത്തിൽ ഇത്ര നല്ല നന്മകൾ കൊണ്ടുതന്ന അമ്മ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ഹസ്ബൻഡിന് ഇടയ്ക്ക് ഒരു ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായ സമയത്ത് അതേ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു അസ്വസ്ഥത തോന്നിയ സമയത്ത് ഒന്ന് വെറുതെ പോയിട്ട് നോക്കിയാണ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ HbA1 എന്ന് പറഞ്ഞ സംഭവം അത് വളരെ കൂടുതലായിട്ട് കണ്ടു. അതൊരു 50 above ആണ് റിപ്പോർട്ടിൽ കാണിച്ചത്. അപ്പോൾ ആ ബ്ലഡ് റിപ്പോർട്ട് ബ്രദർ ഡോക്ടറാണ്, അവർക്ക് സെൻഡ് ചെയ്ത സമയത്ത് പറഞ്ഞു ഇത് ഇങ്ങനെയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും, ഇത് നേരത്തെ നമ്മൾ അറിഞ്ഞില്ലല്ലോ, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, എന്തോ പ്രശ്നമുണ്ട്, ഇത്ര ലെവല് അധികമാണെങ്കിൽ പിന്നെ ഇപ്പോൾ അഡ്മിറ്റ് ആവേണ്ട സിറ്റുവേഷനിലാണ് മനോജ് ഉള്ളത്, അതുകൊണ്ടൊന്ന് പെട്ടെന്നത് നാളെ തന്നെ പോയിട്ട് അഗൈൻ ഒന്നും കൂടി ആ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു നാളെ പോണതിന് മുന്നേ നമുക്ക് നമ്മുടെ നേർച്ചദ്രവ്യങ്ങളെല്ലാം തൈലവും ഉപ്പും എല്ലാം കൊടുത്ത് പ്രാർത്ഥിച്ച്, സത്യം പറഞ്ഞാൽ മനസ്സൊരുക്കി അന്ന് രാത്രി പ്രാർത്ഥിച്ചത്. പിറ്റേ ദിവസം റിപ്പോർട്ട് അങ്ങനെ തന്നെയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല, പക്ഷേ പിറ്റേ ദിവസം രാവിലെ പോയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 5 പോയിൻ്റ് നോർമൽ, കറക്റ്റ് നോർമൽ റേഞ്ചിലാണ് ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഇതൊക്കെ അമ്മ തരുന്ന അനുഗ്രഹങ്ങളല്ലേ. ഒറ്റ രാത്രി കൊണ്ടാണ് റിപ്പോർട്ട്, അതിൻ്റെ കോപ്പി ഞാൻ ഇവിടെ വരുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളെ കൂടെ അങ്ങനെ കട്ടയ്ക്ക് നിൽക്കും, ഒന്നും നോക്കില്ല, അവിടെ ജാതിയോ മതമോ ഒന്നും പ്രശ്നമില്ല, അമ്മ എങ്ങനെ നമ്മളെ ചേർത്ത് പിടിക്കും. അത് 100% സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇത് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പത്രം ഞാൻ കൊണ്ടുപോകുന്നത് ആദ്യമൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് സത്യം പറഞ്ഞാൽ ഒരു പള്ളിയിൽ പോയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കൊടുത്ത് തീർക്കാം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ കളിയാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് പുഞ്ചക്കാട് പള്ളിയിൽ കൊണ്ടുവന്നിട്ട് ഞായറാഴ്ച വേഗം കൊടുത്ത് തീർക്കുക ചെയ്തത്. പിന്നെയാണ് ഞാൻ അച്ഛൻ്റെ ഒരു ഇതിൽ ഞാൻ കേട്ടത്, നിങ്ങൾ അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണോ ഏത് ഇതിലാണോ ഇരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ അത് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രം ഒരു ദിവസം കൊണ്ടൊന്നും കൊടുത്തു തീർക്കില്ല, ഒരു 6-7 പത്രം എടുത്ത് വെച്ച് അത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഫീൽഡിൽ ഓരോ വീടുകളിലേക്കാണ് എനിക്ക് പോകേണ്ടി വരിക, കർഷകർ വിളിക്കുമ്പോഴത്തേക്കും അവിടെ എത്തുമ്പോൾ അവർക്ക് കൊടുത്ത് അവരോട് പറഞ്ഞ് ഇതൊക്കെ കാണിച്ച് എനിക്കുണ്ടായ ബ്ലെസ്സിങ്സിനെ കുറിച്ചൊക്കെ അവരോട് പറഞ്ഞ് ഞാൻ ഈ പത്രം കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇത് മറ്റേ എനിക്ക് ഓടി നടന്ന് ഞാൻ കൊടുത്ത് തീർക്കുമ്പോൾ എനിക്ക് കിട്ടാറില്ല, പക്ഷേ വളരെ സ്ലോലി എനിക്കിത് കൊടുത്ത് തീർക്കാൻ പറ്റാറുള്ളൂ. അങ്ങനെ പിന്നെ ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിലോ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അവർ അവിടെ അലോ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ടൗണിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാർക്ക് ഞാനിങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാറുണ്ട്, ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള കൃത്യമായിട്ട് മാതാവ് ആർക്കാണോ നമ്മുടെ ഇത് കിട്ടേണ്ടത്. പിന്നെ മാതാവ് എനിക്ക് ചെയ്ത ഏറ്റവും വലിയൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ നമ്മളിലേക്ക് എത്തേണ്ടാത്തത്, നമുക്ക് വേണ്ടാത്ത ഒരു ഇത് നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ആ വചനം അതിൽ ഒരെണ്ണം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് റൂട്ട് അതിലുണ്ടാവും, അത് പ്രകാരം നമ്മളങ്ങ് പോയേച്ചാൽ മതി. അപ്പം നമുക്ക് വേണ്ടാത്ത ഒരു സൗഹൃദമാണെങ്കിലോ ഒരു വ്യക്തിയാണെങ്കിലോ അവർ നമ്മളിലേക്ക് എത്തൂല. അപ്പോൾ കറക്റ്റായിട്ട് മാതാവ് നമ്മുടെ നാവിൻ തുമ്പത്ത് വന്ന് പറയിക്കും ഇത് നോ പറയേണ്ടതാണ്, അല്ലെ ഇത് നിങ്ങൾക്ക് വേണ്ടതല്ല എന്നുള്ളത്. അങ്ങനെ ശരിയായ വഴിയിലൂടെ തന്നെ അമ്മ കൈപിടിച്ച് നടത്തുന്നുണ്ട്. ഞാനിവിടെ ഈ അമ്മയുടെ അടുത്തേക്ക് എത്താൻ 44 വർഷം എടുത്തെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇത്ര വേഗം എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് എത്തിക്കാൻ വേണ്ടി പറ്റി. അതന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഇതായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ മക്കൾ അമ്മയെ അറിയുന്നുണ്ട്, മകനാണെങ്കിലും മകളാണെങ്കിലും ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്നും തിരിച്ച് ഇതാക്കിക്കൊണ്ടല്ല, ഇവിടെ എത്താൻ എനിക്ക് കാരണക്കാരായ എൻ്റെ ചേച്ചിമാരോടും ഇവിടെ വന്നപ്പോൾ കാണുന്ന 10,000ങ്ങളോടും ഒക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഓരോ മുഖത്തോട്ട് നോക്കുമ്പോഴും എല്ലാവരും ആരൊക്കെയോ ആണെന്ന് തോന്നിപ്പോകുമോ, എവിടുന്നൊക്കെയോ വരുന്നവരാണ് നമ്മൾ. പക്ഷേ എല്ലാവരും നമ്മൾ സ്വന്തം പോലെ, അല്ലെങ്കിൽ എവിടേക്കാണ് വെക്കേഷന് പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടത്തേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനത്തെ എൻ്റെ ഒരു സ്ഥലമായി മാറി ഇത്. കാരുണ്യ പ്രവർത്തനങ്ങൾ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ പിന്നെ എനിക്ക് ഒരു വയസ്സായ അമ്മമാരെ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്, സായി ഭവൻ്റെ. അവിടെ പോയി ആ അമ്മമാരോടൊപ്പം സമയം ചെലവിടും. അവരോടൊപ്പം അവർക്ക് ആവശ്യമുള്ളത് അവർ മരുന്നിൻ്റെ ചീട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അവരുടെ വിചാരം ഞാൻ മൃഗങ്ങളെയാണ് നോക്കുന്നതെങ്കിലും അവരുടെ വിചാരം ആ ചീട്ടൊക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാവുന്ന. അപ്പോൾ എന്നിട്ട് ഓരോ മരുന്ന് എന്തിനുള്ളതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കും അവർ. അങ്ങനെ കുറച്ച് അമ്മമാരുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് എനിക്കൊരു ട്രാൻസ്ഫർ വേണം എന്നുള്ളത്. അത്
പിന്നെ എനിക്ക് കിട്ടി. ഒരു ബഡ് സ്കൂളും അവിടെ ഒരു 10-70 മക്കളും ഉണ്ട്. അവിടെ ചെന്ന് ഇച്ചിരി നേരെ ഇരുന്നാൽ തന്നെ അവരോടൊപ്പം ഞാൻ കൂടാറുണ്ട്. അതെൻ്റെ ഒരു വലിയ സന്തോഷമാണ്. പിന്നെ അമ്മ മാതാവിനോട് എന്നും ഉള്ള എൻ്റെ ഒരു നന്ദി, തീർത്താ പറയാത്ത നന്ദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആദ്യ സമയത്തൊരു വിചാരം ഉണ്ടായിരുന്നു, ഞാനെന്തോ ആണെന്നുള്ളത്. ഞാനെന്തോ ആണ്, എനിക്കെല്ലാം പറ്റും, ഞാൻ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കായിരുന്നുള്ളൂ. ഞാൻ, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ല കേട്ടോ. ഇത് ഞാൻ കളഞ്ഞു. അതറിയാതെ ബൈ ബർത്ത് ചിലപ്പോൾ ഉണ്ടായി പോയതായിരിക്കും. ഞാനെന്ന ഭാവേ അത് എപ്പോൾ എടുത്ത് മാറ്റുന്നോ പിന്നെ നമ്മൾ എളിമപ്പെട്ട് തുടങ്ങും. വലിമ എന്ന് പറഞ്ഞ സാധനം കളയണം എന്ന് അച്ഛൻ പറയാറില്ലേ, അതിപ്പോൾ എനിക്കില്ല. അത് എപ്പോൾ എടുത്ത് കളഞ്ഞോ അപ്പം മുതൽ എൻ്റെ സ്ട്രെസ്സ് പോയി, ടെൻഷൻ പോയി. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും കൂട്ടുപിടിക്കാനും മിണ്ടാറില്ല. മിണ്ടുമ്പോൾ എല്ലാവരോടും മിണ്ടാറുണ്ടായിരുന്നില്ല. ദിവസം ഒരു 3 പുതിയ ആളെങ്കിലും ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. 3 പുതിയ ആൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അമ്മ മാതാവിനും ഈശോനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തും. യൂഥിത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്. ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. അതെ, അവിടുത്തെ ഹിതം തന്നെ നിറവേറി. അവിടുന്ന് ഇച്ഛിച്ച കാര്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്ന് ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞു. എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നറിവോട് കൂടിയവയുമാണ്. രാഗി, സുനിൽ ഇവർ രണ്ടുപേരും തൻ്റെ മകളോടൊപ്പം ഇവിടെ വന്ന് മകൻ ഇവിടെ പ്രസൻ്റ് അല്ലെങ്കിലും മകൻ്റെ സാമീപ്യവും ഈ അൾത്താരയിൽ അവർ ഒരുപാട് ആഗ്രഹിച്ചതാണ്. അങ്ങനെ കുടുംബം മുഴുവൻ ഇന്ന് അൾത്താരയിൽ ഒരു പ്രത്യക്ഷീകരണ സാക്ഷികളായി ഏറ്റുപറയുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവരുടെ ജീവിതത്തിൽ നടന്ന വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ജീവൻ മരണ കേസുകളാണ് നമ്മളിവിടെ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. ചെറുതും വലുതുമായി ചെറുതായിട്ടുള്ള ഒരുപാട് ഇവിടെ വന്ന് ഒരു 10,000 ഒരു ദിവസം ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ടെങ്കിൽ 9,000 പേർക്കെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ അപ്പ് ചെയ്യുന്നില്ല, എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ അൾത്താരയിൽ ഏറ്റു പറയുന്നില്ല. പരിശുദ്ധ അമ്മ ഈ കൈ ഉയർത്തി നിൽക്കുന്നത് നമ്മെ അനുഗ്രഹിക്കാനും നമ്മുടെ കാര്യങ്ങളെല്ലാം ഈശോയോട് പറയുവാൻ വേണ്ടിയാണ്. ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന ഒരു വലിയ വാർണിംഗ് പരിശുദ്ധ അമ്മ നൽകിയപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളെയും പരിശുദ്ധ അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഈശോയോട് പറയുകയാണ്, നീ രക്ഷകനാണ്, നിനക്ക് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അമ്മ ഈശോയോട് നമുക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാഗി വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറഞ്ഞത്, ജീവിതം അവസാനിപ്പിക്കാം, ഇതിലൊന്നും എനിക്കിനി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അങ്ങനെ സൂയിസൈഡ് ചിന്തിച്ച് നടക്കുന്ന അവസരത്തിലാണ് അമ്മ കൈപിടിച്ച് ഇങ്ങോട്ട് ഒരു സഹോദരി വഴിയായി ഇവിടെ കൊണ്ടെത്തിക്കുന്നത്. അതിലൂടെ കൈപിടിച്ച് ഉയർത്തിയ അമ്മയുടെ കരം പിടിച്ചാണ് ഇന്ന് രാഗി ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി ലോകത്തിലേക്ക് ഒരു ദിവസം 3 പേരോടെങ്കിലും പുതിയതായി ഞാൻ അമ്മയെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് രാഗിക്ക് പറയാനുള്ളത്. ക്രിസ്ത്യൻ രീതികളല്ല ടാറ്റു അടിച്ച് നാം പ്രത്യക്ഷത്തിൽ കാണിക്കുന്നത്. പക്ഷേ ഹൈന്ദവ മകളായ മകൾ പരിശുദ്ധ അമ്മയുടെ ടാറ്റു അടിച്ചുകൊണ്ട് മറ്റുള്ളവർ ചോദിക്കാൻ വേണ്ടിയാണ് ഇതാരാണ്, എന്താണ് നീ ഇങ്ങനെ ചെയ്തത്. അവിടെ ഒരു സംസാരിക്കാനുള്ള ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു അടയാളമായി ഇന്ന് പരിശുദ്ധ അമ്മയെ ശരീരത്തിൽ തന്നെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരടയാളം ഇന്ന് ഈ മകൾ ഏറ്റുപറയുകയാണ്. ഹസ്ബൻഡിനുടെ 10 വർഷമായിട്ടുണ്ടായിരുന്ന മുതുകുവേദനയാണ് അവരുടെ ജീവിതത്തിലെ വലിയ അത്ഭുതമായി ഏറ്റുപറയുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ. 10 വർഷമായിട്ടുള്ള ഒരു വലിയ സ്ട്രെസ്സും വേദനയും ഒക്കെ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ തൈലം പൂശി അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പെട്ടെന്ന് ഞൊടിയിടയിൽ ഹസ്ബൻഡിന് സൗഖ്യമുണ്ടായി. 10 വർഷത്തെ വേദനയായിരുന്നു അദ്ദേഹം. നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും, കൂനിയായ ഒരു സ്ത്രീയെ ഈശോ തൊട്ടപ്പോൾ അവൾ നിവർന്നു നിന്നത്. അങ്ങനെ ഈശോയ്ക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രം മതി നമ്മെ സൗഖ്യപ്പെടുത്താനായി. 15 വർഷമായിട്ടുണ്ടായിരുന്ന അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ട്, പക്ഷേ ഒരിക്കലും വാഹനം ഓടിക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോഴുള്ള ധൈര്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇന്ന് രാഗി ഏറ്റുപറയുകയാണ്. 15 വർഷം കൊണ്ട് അവർക്ക് വീടും സ്ഥലവും വിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ അവരിവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് കൃത്യമായി അത് വിറ്റുപോകാനും അതിൻ്റെ സാധ്യതകൾ അവർ പറയുന്നു.
മകളുടെ SSLC പഠനത്തെക്കുറിച്ച് രാഗിയുടെ ഏറ്റുപറയുകയുണ്ടായി. ഒട്ടും തന്നെ ജയിക്കുവാൻ സാധ്യത ഇല്ലാതിരുന്നു. പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ആ സമയത്ത് കൃത്യമായ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ഈശോയുടെ അനുഗ്രഹം അവർക്ക് ആവശ്യമായത് അത് പ്രകടമാവുകയാണ്. മകളുടെ SSLC എക്സാമിൽ 90% മാർക്കുണ്ടാകുമെന്ന് അമ്മയ്ക്ക് രാഗിക്ക് കൃത്യമായി ഈശോ അറിയിപ്പ് നൽകിയിരുന്നു. അതനുസരിച്ച് മകൾ വലിയ 90% മാർക്കോടുകൂടി അൾത്താരയിൽ നിൽക്കുകയാണ്. ഹസ്ബൻഡിനെ കുറിച്ച് മറ്റൊരു വലിയ സാക്ഷ്യം പറഞ്ഞത്, അദ്ദേഹം ഒരു ആർമി വ്യക്തിയാണ്, ഒരു സോൾജിയറാണ്. അദ്ദേഹത്തിന് ഓട്ടം ഒരു ഹരമാണ്. മാരത്തോൺ റേസിൽ അദ്ദേഹം ഒരുപാട് പങ്കെടുത്തിട്ടുള്ളതാണ്. ക്രോസ് കൺട്രി റേസൊക്കെ ആൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ 86-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അതുപോലെ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് നമുക്കറിയാമെങ്കിലും ഞാനല്ല ഓടിയത്. അദ്ദേഹം ഇവിടെ പറയാൻ അദ്ദേഹത്തിന് ഒരു ട്രബിൾ ഉണ്ടായതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ അദ്ദേഹം അവിടെ സ്ഥിരീകരണ സമയത്ത് പറഞ്ഞത്, ഞാനല്ല ഓടിയത്, അമ്മയാണ്. കാരണം അമ്മ തിടുക്കമുള്ള വ്യക്തിയാണ്. അമ്മ ഈശോയെ സ്വീകരിച്ചപ്പോൾ തിടുക്കത്തിൽ യൂദാ മലഞ്ചെരുവിലേക്ക് എലിസബത്തിനെ സഹായിക്കാൻ ഓടിയെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടത്തിലൂടെ പോലും അദ്ദേഹം സാക്ഷ്യം ഏറ്റുപറയുകയാണ്, പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് ഓടിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. സുഗന്ധാഭിഷേകത്തിലൂടെയും പരിശുദ്ധ അമ്മയുടെ ഒരുപാട് അടയാളങ്ങളിലൂടെയും തിരിയിലെല്ലാം പരിശുദ്ധ അമ്മ അവർക്ക് ഈശോയുടെ അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നു. രാഗിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.